വലിച്ചു വാരി തിന്നിട്ടെന്നെ എങ്ങനെ ഡയറ്റ് എടുക്കാന്ന് ചിന്തിച്ചപ്പോൾ രാവിലെ തന്നെ സൗന്ദര്യം കൂട്ടാൻ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഉണ്ടാക്കി മുന്തിരി ജ്യൂസാണെന്നും വിചാരിച്ചു കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം നട്ട്സും ഈത്തപ്പഴം കൂട്ടി ചോക്ലേറ്റ് പോലെ ആസ്വദിച്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ മുട്ട പുഴുങ്ങിയതും ടച്ചിങ്സിനായി മാങ്ങച്ചാറും കൂട്ടി അടിച്ചു. ചായക്ക് പകരം പാലും വാൽനട്ടും ഈത്തപ്പഴവും കൂട്ടി ജ്യൂസ് ഉണ്ടാക്കിയും കുടിച്ചു. 10 മണി ആയപ്പോഴത്തേക്കും നല്ല വിശപ്പ്. ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി അതും കോരി കോരി കഴിച്ചു. ക്ഷീണം തോന്നാതിരിക്കാൻ ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിലേക്ക് ചിയാസീഡും ഒഴിച്ചു കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മധുരമുള്ളൊരു ഷമാമ എടുത്ത് ചക്ക വെട്ടുന്ന പോലെ വെട്ടിപ്പൊളിച്ച് തിന്നു. സ്കൂളിൽ കൊടുത്തയച്ച സോസേജിന്റെ ബാക്കി 12 മണിക്ക് കുക്കുമ്പറും കൂട്ടി കഴിച്ചു. പാഴ്സൽ ഇടുന്ന ബിരിയാണിയിൽ നിന്ന് പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ എടുത്തു. റൈസ് കുട്ടികൾക്കും കൊടുത്തു. പച്ചസ്രാവ് പുഴുങ്ങിയെടുത്ത് മുള്ള മാറ്റി ചിക്കിയെടുത്തു. മസാലയും ചേരുവകളൊക്കെ ചേർത്ത് മീൻപീരുണ്ടാക്കി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അതും ബ്രൗൺ ബ്രെഡും കൂട്ടി അടിക്കാൻ വെച്ചു. കുറച്ച് മീൻപീരയും സലാഡും വേറെ എടുത്തു. എൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ തന്നെ എണീറ്റ് നിന്നെ സല്യൂട്ട് ചെയ്തു. വയറിനുള്ളിലെ കൊക്കപ്പുഴുവിന് നീന്തി കളിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിച്ചു. 2 പഴം കൂടി കുത്തിക്കയറ്റായിരുന്നില്ലേ എന്നുള്ള കമൻ്റ് ഓർത്തപ്പോൾ പഴുക്കാത്ത പഴമായിട്ടും 4 മണിക്ക് ഞാൻ അതെടുത്ത് തിന്നു. 5:30 ആയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്തു. മുറ്റത്ത് പോയിന്ന് കാറ്റൊക്കെ കൊണ്ട് ഫോർക്ക് എടുത്ത് കുത്തി കുത്തി കഴിച്ചു. എനിക്ക് വേണ്ടി തിളക്കണ ചിക്കൻ സൂപ്പിൽക്ക് നാരങ്ങയും കുരുമുളകും ഒക്കെ ഇട്ട് ഇളക്കി ഊതി ഊതി കുടിച്ചു. ലുലുന്ന് തിരിച്ചു വരുമ്പോൾ പ്രോട്ടീൻ ഡ്രിങ്ക് എടുത്തു. വണ്ടി ഓടിക്കുമ്പോൾ കയ്യും കാലും വിറക്കാതിരിക്കാൻ അതും കുടിച്ചു. തോടുള്ള മെക്കാഡാമിയോ വാങ്ങിയാൽ കഷ്ടപ്പെട്ട് ചാവിട്ടൊക്കെ തുറക്കണ്ടേന്ന് കരുതിയിട്ട് തോടില്ലാത്ത മെക്കാഡാമിയും ഹസൽനട്ടും കടല കഴിക്കണത് പോലെ കഴിച്ചു. ഡിന്നറിന് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പി ചിക്കനിൽ പരീക്ഷിച്ച് ഗ്രില്ല് ചെയ്തെടുത്ത് മുളപ്പിച്ച ചെറുപയറും സലാഡും കൂട്ടി കഴിച്ചു. എൻ്റെ സ്വന്തം റെസിപ്പി ആയതുകൊണ്ട് ഒന്നും പറയില്ല കേട്ടോ. ചിക്കൻ്റെ മുകളിൽ ആ ഗ്രീൻ മസാല ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും കഴിച്ചു. ഫുഡ് കഴിച്ച ഉടനെ കിടക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ TV കണ്ടിരുന്ന് 2 പ്ലംസും കൂടി കഴിച്ചു. ഇനി ഇരുന്നാൽ പിന്നെ വിശന്നാലോ എന്ന് കരുതി വേഗം വെള്ളം കുടിച്ച് കിടക്കാൻ നിന്നു. വയറ്റിലെ കൊക്കപ്പുഴ എങ്ങാനും രാത്രി ഉണർന്ന് നിലവിളിച്ചാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വെള്ളവും അടുത്ത് വെച്ചു.